കൂളൻറ്റിന് പകരം വെള്ളം ഒഴിച്ച് ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയുടെ അവസ്ഥയാണിത്. വണ്ടി ഓവർ ഹീറ്റായിട്ടാണ് വന്നത്. ക്യാപ്പ് അഴിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കൂളൻറ്റിന് പകരം വെള്ളമാണ് ഇത്രയും കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത്. എന്തുമാത്രം ചെളിയും റസ്റ്റ് ഫോർമേഷനാണ് അതിനകത്ത് ഉണ്ടായതെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ റേഡിയേറ്റർ അഴിച്ച് പുറത്തെടുക്കുമ്പോൾ തന്നെ റേഡിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ചെളി വെള്ളമാണിത്. വണ്ടിയുടെ റേഡിയേറ്റർ ഓൾറെഡി ഈ ചെളിയും കാര്യങ്ങളൊക്കെ കയറി ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇനി എഞ്ചിൻ്റെ ഉള്ളിലെ കൂളൻ പാസേജുകൾ എന്തുമാത്രം ചെളി അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുറത്തേക്ക് വന്ന കൂളൻറ്റിൻ്റെ കളർ, കൂളൻറ്റിനെന്ന് പറയാൻ പറ്റില്ല, ഇത് കൂളൻ്റല്ല, ചെളി വെള്ളം, പുറത്തേക്ക് വരുന്ന ചെളി വെള്ളമാണിത്. ഫ്ലഷിനിൽ കൂടെ ഒഴിച്ച് കൂളൻ സിസ്റ്റം കംപ്ലീറ്റ് ഫ്ലഷ് ചെയ്തെടുത്ത് എത്ര വട്ടം ഫ്ലഷ് ചെയ്തെടുത്താലാണ് ഇത് റെഡിയാവുക എന്നുള്ളത് കണ്ടറിയണം. കാരണം അതുപോലെ ചെളി ഇതിനകത്ത് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഓവർ ഹീറ്റായി എൻജിൻ ഡെഡായി പോകാഞ്ഞത് കസ്റ്റമറുടെ ഭാഗ്യം. എന്തായാലും വാട്ടർ പമ്പും തെർമോസ്റ്റാറ്റും റേഡിയേറ്ററും പുതിയത് തന്നെ കസ്റ്റമറെ കൊണ്ട് വാങ്ങിപ്പിച്ചു. കാരണം ഇത് മൂന്നും മാറാതിരിക്കാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു അത് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബെൻസോളിൻ്റെ ഗോൾഡ് പെർഫോമൻസ് കൂളൻറ്റും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത് മെയ്ഡ് ഫ്രം ജർമ്മനിയാണ്. വണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കുക, ദയവ് ചെയ്ത് കൂളൻറ്റിന് പകരം വെള്ളം മാത്രം ഉപയോഗിക്കരുത്. എന്തിനാണ് വണ്ടികളിൽ കൂളൻറ്റ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നൊന്നും പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെയുള്ളവർക്ക് വേണ്ടി കൂളൻറ്റ് എന്താണ്, അതെങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ അധികം വൈകാതെ തന്നെ നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.